ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളണമെന്ന് പറഞ്ഞു. ഇവിടെ വായിക്കുകയാണ്, ദാവീദ് അവനോട് ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി എനിക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് അറിയിപ്പാനുള്ള ലഘു സന്ദേശം, ഭയപ്പെടേണ്ട. കോവിഡിനാൽ ഭാരപ്പെട്ട് ഒരുപക്ഷെ ആശുപത്രിയിലോ ഭവനത്തിലോ ആയിരിക്കാം, ഭയപ്പെടേണ്ട. വെന്റിലേറ്ററിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്കിപ്പോൾ ഇത് കാണാൻ ഒക്കുന്നില്ലെങ്കിലും അവരോട് ബന്ധപ്പെട്ടുള്ള പ്രിയപ്പെട്ടവർ ചിലപ്പോൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളോട് അറിയിപ്പാനുള്ളത്, ഭയപ്പെടേണ്ട. എൻ്റെ ഒരു പഠനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം അത് ഓർപ്പിച്ചു. ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഈ കോവിഡിനെ പറ്റി അപഗ്രഥിച്ച് പഠിച്ച് സയൻസ് പരമായിട്ട് അതിന് പല നിർദ്ദേശങ്ങളും കാര്യങ്ങളും കാര്യകാരണ സഹിതങ്ങൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയാം, ഇതൊരു ഭീതിയുടെ ആത്മാവും കൂടെ. മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരാത്മാവ് ഇതിൻ്റെ പിമ്പിൽ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആ ശക്തിയുടെ മേൽ ശാസിച്ച് ജയമെടുക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി അറിയിപ്പാനുള്ള ലഘു സന്ദേശം, ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ഈ വേദപുസ്തകം മൊത്തത്തിൽ പഠിക്കുമ്പോൾ അനേക ഇടങ്ങളിൽ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് തുടരെ തുടരെ നാം വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഏതാണ്ട് 365 കൂടുതൽ പ്രാവശ്യം, പണ്ട് ഒരു ഉപദേശി പറഞ്ഞു 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ വചനത്തിൽ തിട്ടമുള്ള ഒരു അമ്മ എഴുന്നേറ്റ് പറഞ്ഞു 365 അല്ല 368 പ്രാവശ്യമുണ്ട്, അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പം കൃത്യം പറയുന്നില്ല, എന്തായാലും കൊള്ളാം, 300 കൂടുതൽ പ്രാവശ്യമുണ്ട്. ദൈവത്തിന് മഹത്വം. അമ്മ അതെല്ലാം കുറിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഉപദേശിമാര് പലരും പറയുന്ന കേട്ടങ്ങ് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അങ്ങാണ്ട് പറഞ്ഞതാ ഉപദേശി പാവം. അമ്മയാണെങ്കിൽ ഇതെല്ലാം പഠിച്ച് റഫറൻസും കുറിച്ച് വെച്ചിരിക്കുക. അമ്മ പറഞ്ഞു, പാസ്റ്റർ വേറെ പുസ്തകം ഒന്നുകൂടെ വായിക്കുന്നത് നല്ലതാ, 365 അല്ല അത് കൂടുതലുണ്ട്, അതിൻ്റെ തെളിവെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് പേപ്പർ ഒന്നുകൊണ്ടും എടുത്ത് കാണിച്ചു. അപ്പൊ എന്തായാലും ഒരു കാര്യം ഓർപ്പിക്കട്ടെ, അമ്മയോട് കിടപിടിച്ച് ഞാനും പറയാ 380 കൂടുതൽ പ്രാവശ്യമുണ്ട് ഭയപ്പെടേണ്ട. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിച്ചാൽ കിടക്കുന്ന പദപ്രയോഗമാണ് ഭയപ്പെടേണ്ട 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 ഭയപ്പെടേണ്ട. ഒന്നെങ്കിൽ വ്യക്തികൾ തമ്മിൽ പറയും ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ ദൈവം വ്യക്തികളോട് പറയും, അല്ലെങ്കിൽ ദൂതൻ വന്ന് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവർ തമ്മിൽ പറയും ഭയപ്പെടേണ്ട. അങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇടയ്ക്കിടയ്ക്ക് തുടരെ കിടക്കുന്ന പല പ്രയോഗമാണ് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട. എന്താ ഇങ്ങനെ കൂടെ ഈ ഭയപ്പെടേണ്ട 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 എന്ന് പറയാൻ കാരണം എന്നാ? എല്ലാവർക്കും പേടിയാ, എല്ലാവർക്കും ഭയമാ. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ. എനിക്കും ഭയമുണ്ട്, PR ബേബി അവർക്കും ഭയമുണ്ട്, ഇന്ന് രാത്രി യോഗം ലീഡ് ചെയ്യുന്ന ആളിനും ഭയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കും ഭയമുണ്ട്, ഇവിടെ ഹാർമോണിയം വായിക്കുന്ന ജെയ്സനും ഭയമുണ്ട്, അത് മോൻ കാണുമ്പോൾ അറിയാൻ ഭയമുണ്ടെന്ന്. ഷിനുവിന് ഭയമുണ്ട്, വാക്യം വായിച്ച് ശിവപാസ് തരുന്നെങ്കിലും പുള്ളിക്കും ഭയം. പുള്ളിയുടെ ഭയം ഞാനിപ്പോൾ പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. ഷിനുവിന് പോലീസിനെ ആണേ ഭയമാണ്. ഒരു തരത്തിലാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. എപ്പോഴും പോലീസ് എന്നേ പുള്ളി പറയുള്ളൂ. അപ്പോൾ ഒന്നല്ലെങ്കിൽ മനോജാണെങ്കിൽ ഒരു 4 ആഴ്ചയായിട്ട് വീടിന് വെളിയിൽ ഇറങ്ങുന്നില്ല, പേടിച്ച് പരിക്കാത്ത തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, എല്ലാവർക്കും ഭയമുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ. കർത്താവിന് മഹത്വം. അപ്പോൾ മനുഷ്യർക്കെല്ലാം ഭയമുണ്ട്. ഒരിക്കൽ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ബ്രദർ എനിക്ക് മരണത്തെ പേടിയില്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതാ. ഉദ്ദേശം 1 6 അടി പൊക്കം കാണും, എൻ്റെ ഭാഷ പറഞ്ഞ ഇരട്ടച്ചങ്ക ആയിരിക്കാം, നല്ല നെഞ്ചി വിരിവ്, നല്ല കൈയൊക്കെ നല്ല നെടുപ്പമുള്ള മനുഷ്യനാണ്. അപ്പൊ അനേകം എന്നോട് പറഞ്ഞു എനിക്ക് മരണത്തെ പേടിയില്ലെന്ന് പറഞ്ഞു. എനിക്ക് മരണത്തെ പേടിയുണ്ട്, ഇപ്പോഴും ഉണ്ട് പേടി. സത്യം പറയണോ, വല്ല ദൈവസന്നിധിയില്ല. നമ്മളാരും അടുത്തടുത്ത് ഇപ്പോൾ ഇരിക്കുന്നില്ലെങ്കിലും ദൈവസന്നിധിയായത്. എനിക്ക് പേടിയുണ്ട് മരണത്തെ. അതുകൊണ്ടല്ലയോ മാസ്ക് ഒക്കെ വെച്ച് നമ്മൾ
ഈ നടക്കുകയും ആർക്കും ഇപ്പം ആരും കൈ കൊടുക്കുന്നില്ല, എല്ലാം തൊഴുതു മടങ്ങുക. ഇങ്ങനെ തൊഴുത് തൊഴാത്ത സകല എണ്ണോ ഇപ്പം തൊഴുക. എല്ലാം പേടിയുടെ ലക്ഷണമാണ്. വെളിയിലിറങ്ങുന്നില്ല, ആരോടും വലിയ ഓളുമൊന്നുമില്ല. പീലാത്തോസ് നടക്കും പോലെ കൂടെ കൂടെ കൈ കഴുകുന്നു. ഇതെല്ലാം എല്ലാം പേടിയുടെ ലക്ഷണമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് മരണത്തെ പേടിയില്ല. ഒരു മനുഷ്യന് ഏറ്റവും വലിയ ഭയം മരണഭയമാണ്, അദ്ദേഹത്തിന് അതില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ അച്ചായന് ഇനി യാതൊരുവിധ പേടിയും കാണുകയല്ലോ, കാരണം ഏറ്റവും വലിയ പേടി മരണഭീതിയാ, അത് പുള്ളിക്കില്ലെന്നാ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം അല്പം സരസനും രസികനുമാണ്. അദ്ദേഹം പറഞ്ഞു, ബ്രദർ, എനിക്ക് മരണത്തെ പേടിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യയെ പേടിയാന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ 6 അടി പൊക്കമുണ്ട്, നെഞ്ചുവിരിവുണ്ട്, നല്ല തൂക്കം, ഒരു 90 കിലോ എങ്കിലും കാണുമായിരിക്കും. ഉദ്ദേശം മരണത്തെ പോലും ഭയമില്ല, പക്ഷേ സ്വന്തം ഭാര്യയെ പേടിയ. അങ്ങനെയുള്ളത് ചിലപ്പോൾ ഈ സൂമിൽ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും, അമ്മാമ്മയെ അടുത്തിരിപ്പുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ സ്വോത്രം പറയണ്ട, തള്ള കേട്ടേച്ച് പിന്നെ അത് വൈകിട്ട് പ്രശ്നമാകരുത്. ഹൃദയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി, ഇങ്ങനെയുള്ള ദൂത് വെളിപ്പെടാൻ വേണ്ടി. അപ്പൊ എന്തായാലും മരണത്തെ പോലും ഭയമില്ലാത്ത ആ മനുഷ്യന് സ്വന്തം ഭാര്യയെ പേടി. വേറൊരിക്കലിൽ പിതാവും മാതാവും സമ്പാദ്യമുണ്ട്, ചുറ്റുപാടുണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, വിദേശത്ത് ജോലിയായിരുന്നു, ആവശ്യത്തിന് ഭൗതിക നന്മ ലഭിച്ചു, വീടും ചുറ്റുപാടും എല്ലാം ഉണ്ട്. പക്ഷെ അവര് എന്നോടൊരിക്കൽ പറഞ്ഞു, ബ്രദർ, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് മൂത്ത മോൻ സാങ്കുട്ടിയെ പേടിയാന്ന് പറഞ്ഞു. കണ്ടോ? ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച് മിടുക്കനാക്കി പ്രാപ്തനാക്കി കൊണ്ടുവന്ന സ്വപുത്രനെ പേടി. അപ്പോൾ ഒരു വ്യക്തിക്ക് മരണത്തെ പോലും പേടിയില്ല, ഭാര്യയെ പേടി. വേറെ 2 പേർക്ക് മറ്റെല്ലാം ഉണ്ട്, സ്വന്തം മകനെ പേടി. ചില സഹോദരിമാർക്ക് അമ്മാവിയമ്മയെ പേടി. അങ്ങനെയുള്ള ചില സാധു സഹോദരിമാരുണ്ട്. അമ്മായിയമ്മയെ പേടി. അമ്മച്ചി വരുന്നതെന്നും പറഞ്ഞ് പേടിക്കുന്നവരുണ്ട്. ഇപ്പൊ നേരെ തിരിഞ്ഞ് അമ്മായിയമ്മയ്ക്ക് മരുമകളെ പേടി. മോളി വരുന്ന അമ്മക്ക് പിന്നെ പറയാന്ന് പറഞ്ഞ് ഫോൺ വെക്കുക. അമ്മായിയമ്മയെ പേടി. ചിലർക്ക് മരണത്തെ പേടി, ചിലർക്ക് ലോകത്തെ പേടി, ചിലർക്ക് രോഗങ്ങളെ പേടി. കൊറോണ അതിൻ്റെ 1, 2 ഘട്ടമൊക്കെ കഴിഞ്ഞ് ഇനി 3-ാം ഘട്ടം വരുന്നു. ഇനി പറന്നു വരുന്നെന്ന് കേൾക്കുന്നു വായുവിൽ കൂടി. അപ്പൊ ഇനിയും പെരയ്ക്കകത്ത് പോലും ഇരിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആകാൻ പോവുക. ദൈവത്തെ വിളിച്ചോണം സകല എണ്ണവും. ഏത് സമയത്തും എന്തും സംഭവിക്കാം. അതുകൊണ്ട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോണം എപ്പോഴും. വീട്ടിൽ ഇരിക്കുന്നവരാരും ഇനിയും സീരിയലൊന്നും കാണരുത്, സിനിമയൊന്നും കാണരുത്. ഫോണിനകത്തിരുന്ന് ഇതുപോലെ പ്രസംഗമോ പാട്ടോ ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്തോണം. തോണ്ടിയും മാന്തിയും ഇരിക്കുമ്പോഴായിരിക്കും കോവിഡ് വന്ന് സൂസൻ മേമക്ക് പോകാമെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടോ എല്ലാവരും? എനിക്ക് കാണാനും മേല. കേട്ട് ആരിലൊക്കെ ഗുണമാകുക എന്നേ ഗുണമാകട്ടെ, ദൈവത്തിന് മഹത്വം. അപ്പൊ അതുകൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ സ്തോത്രത്തെ ആചരിച്ചോണം, പ്രാർത്ഥിച്ചിരുന്നോണം. ഏത് സമയത്തും എന്തും സംഭവിക്കാം. കർത്താവിന് മഹത്വം. നമ്മുടെ കർത്താവിന്റെ വരവ് പോരാ. ഒരു പഴയ പാട്ടുണ്ട്, നിനയാത്ത നേരത്തിൽ വരുന്നോരു പ്രിയനെ, നിനയാത്ത നേരത്തിൽ വരുന്നോരു പ്രിയ, എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കുന്ന, എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കുന്ന, നിനയാത്ത നേരത്തിൽ വരുന്നോരു പ്രിയനെ, നിനയാത്ത നേരത്തിൽ വരുന്നോരു പ്രിയനെ, എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കുന്ന, എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കുന്ന. കാലങ്ങൾ തീരുമേ വാതിലടയുമേ, കാലങ്ങൾ തീരുമേ വാതിലടയുമേ, ഇരുലോകെ മൂടുമേ പരിതാപമേറുമേ, ഇരുലോകെ മൂടുമേ കർത്താവിന് മഹത്വം. നിങ്ങള് ചിലർക്ക് ഞാനിങ്ങനെ പാടിയാ പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് അത് ചിലർക്ക് ചിലപ്പം ബുദ്ധിമുട്ട് വരുമായിരിക്കും. എങ്കിലും എന്നെ കൊണ്ട് ഇതേ ഒക്കുള്ളൂ. ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. അതെ, അപ്പോൾ ഏത് സമയത്തും ദൈവകുഞ്ഞുങ്ങൾ ഒരുക്കമുള്ളവരായിട്ടിരിക്കണം.
അപ്പോൾ മരണത്തെ പേടി, ലോകത്തെ പേടി, രോഗങ്ങളെ പേടി, ചിലർക്ക് പ്രകൃതി ശക്തികളെ പേടി. ഇപ്പം പുതിയൊരു രോഗം വരുന്നുണ്ട്, ബ്ലാക്ക് ഫംഗസ്, ഇല്ലയോ? അതാ കണ്ടോ, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി കുറയുമെന്നൊന്നും ആരും ചിന്തിക്കണ്ട. പണ്ട് ആശാരി പാടിയതുപോലെ സുഖമായിട്ട് വാഴാവുന്ന ഇനി ആരും നിനക്കൊന്നും വേണ്ട. സുഖിക്കാനുള്ള സ്ഥലം ഇനി ഇവിടെയല്ല. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ വിളിച്ച്, ദൈവത്തോട് അടുത്തിരുന്ന് പ്രൈസ് ദി ലോർഡ്. ഒന്നെങ്കിൽ കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ നമ്മുടെ മരണം, രണ്ടിനേതിനും ഒരുങ്ങിയിരുന്നോണം. ദൈവത്തിന് മഹത്വം. കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കണം. കുഞ്ഞുങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഒന്നെങ്കിൽ യേശു വരും, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കടന്നു പോകും. ഇത് രണ്ടിലെന്തേലും സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് ഒരുങ്ങിയിരുന്നോണം. നിങ്ങളെ പേടിപ്പിക്കാനല്ല. നിങ്ങളിപ്പോൾ ഉപവാസ പ്രാർത്ഥന, യോഗമൊക്കെ വെച്ച് എല്ലാവരും ഒന്ന് ധൈര്യപ്പെടട്ടെ, ബലപ്പെടട്ടെ. അപ്പൊ ചിലർ ചിന്തിക്കും, ദൈവമേ ഒന്ന് ബലപ്പെടാതിരുന്നപ്പോൾ അങ്ങേര് പിന്നെയും ചാകുന്ന കാര്യമാണ് പറയാൻ. ചാകുന്ന കാര്യം തന്നെ പറയാനാ ഇന്ന് രാത്രി ഞാൻ ഒരുങ്ങി വന്നേക്കുന്നത്. സകല എണ്ണോ ഇവിടുന്ന് കടന്നു പോകും. എന്നാൽ അതിനു മുമ്പ് ദൈവമായുള്ള ബന്ധത്തിൽ അവൻ ദൈവത്തോട് ചേർന്ന് ദൈവ കൃപ പ്രാപിച്ച് എപ്പോഴും ഒരുക്കത്തോടെ ദൈവ കുഞ്ഞുങ്ങൾ ഇരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ മരണത്തെ പേടി, ഇല്ലെങ്കിൽ രോഗത്തെ പേടി, ഇല്ലേ ലോകത്തെ പേടി, ഇല്ലേ പ്രകൃതി ശക്തി, ചിലക്ക് ഇടിവെട്ടുന്നത് പേടി, കൊള്ളിയാൻ മിന്നുന്നത് പേടി, ചിലക്ക് ഇവിടെ വെക്ക, എനിക്ക് കാണണ്ടേ, കുഴപ്പമില്ല, ഇവിടെ വെച്ചാൽ മതി, എനിക്ക് കാണണം, ഇവിടെ വെക്കത്. നാളെ ഇന്നിച്ചിരി അപാകതയൊക്കെ വന്നിട്ടുണ്ട്, നാളെ അത് ക്രമീകരിക്കാം. അവിടെ എനിക്ക് കാണണ്ടേ, എനിക്ക് അവര് PRV പാസ്റ്റർ ആയിരിക്കുന്നത്, അല്ലയോ പാസ്റ്ററെ? പാസ്റ്റർ ഒന്ന് കൈപൊക്കിക്കുക. PRV ആണ്ട് പാസ്റ്റർ കൈപൊക്കി. ഇപ്പറേ ഇരിക്കുന്ന ആരാ? ആണ്ട് വേറൊരു തല, അതാരാ? ആരേലും ആട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചോണി. ഇതാദ്യമായിട്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടുത്തമൊന്നും കിട്ടുന്നില്ല. കർത്താവിന് മഹത്വം. ഇന്നിച്ചിരി അപാകതയൊക്കെ വരും, നാളെ ദൈവം അനുവദിക്കാന്ന് നമുക്ക് എൻ്റെ പരുവത്തിന് ചെയ്യാം. കർത്താവിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് ഭയമാണ്. അപ്പോൾ ലോകത്തെ പേടി, രോഗത്തെ പേടി, മരണത്തെ പേടി, പ്രകൃതി ശക്തികളെ പേടി, ഇടിവെട്ടുന്നത് പേടി, കൊള്ളിയാൻ മിന്നുന്നത് പേടി, ചിലക്ക് ഭൂമി കുലുക്കം പേടി. എനിക്ക് ഒരു വല്യമ്മച്ചിയുണ്ട്, എൻ്റെ അപ്പൻ്റെ അമ്മ. ഇപ്പോൾ 104 വയസ്സായി. അമ്മയ്ക്ക് മൂർക്കമ്പാമ്പിനെ പോലും പേടിയില്ല, പക്ഷെ അമ്മയ്ക്ക് തവളയെ പേടിയാ, ഇപ്പോഴും ഉണ്ട്. തവളയെന്ന് പറഞ്ഞാൽ അമ്മ ചാടി കട്ടിലേക്ക് കയറും. ആണ്ടമ്മച്ചി തവളയെന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി, അമ്മ ചാടി കട്ടിലേക്ക് കയറും. പേടിയാ, വേറെ ഒന്നും അമ്മയ്ക്ക് പേടിയില്ല. അമ്മ പഴയ കമ്മ്യൂണിസ്റ്റുകാരിയാ, ഒറ്റയടിക്ക് പോലീസിനെ താഴെ ഇട്ട അമ്മയാ. അവർ കേൾക്കണ്ട, എന്നാലും ഞാൻ നിങ്ങളോടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അമ്മയാ, പക്ഷെ അമ്മയ്ക്ക് തവളയെ പേടിയാ. എനിക്ക് തോന്നുന്നത് അലക്സാണ്ടർ കാന്നു വന്ന് കണ്ടംപൂച്ചയെ പേടിയായിരുന്നു. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ആൾക്ക് മ്യാവുന്നൊരു ശബ്ദം കേട്ടാൽ പുള്ളി കട്ടിലിനടി കയറും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് എല്ലാവർക്കും ഭയമാണ്. ചില വിശ്വാസികൾക്ക് ഉപദേശിമാരെ പേടിയാ. അയ്യോ, ഞങ്ങളുടെ പാസ്റ്റർ വരുന്നത്, ദൈവം വരുന്നതൊന്നും വിഷയമല്ല, ദൈവം വരുവോ പോകുകയോ ഒക്കെ ചെയ്തോളും, പാസ്റ്റർ വരുന്നെന്നാ പറയുന്നത്. പാസ്റ്ററെ പേടിയാ. ചില പാസ്റ്റർമാർക്ക് സഭയിലെ മൂപ്പന്മാരെ പേടിയാ. സൈഡ് സീറ്റിലുണ്ട്, കണ്ടമാനം മൂത്തു. കാരണം പെന്തിക്കോസി വന്ന 10, 20, 25 കൊല്ലം കൊണ്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം പറയത്തില്ല, കൈയടിക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടാറ്റ അടിക്കും, സായിബാബ ഇരിക്കും പോലിരിക്കും. അത് മൂത്തതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ചില ഉപദേശിമാർക്ക് മൂപ്പന്മാരെ പേടി. അപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ. ഇന്ന് രാത്രി എനിക്ക് അറിയിപ്പാനുള്ള സന്ദേശം അങ്ങനെയുള്ളവരോട് ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പറയാ, ഭയപ്പെടേണ്ട. എന്നെ കേൾക്കുന്ന പ്രിയരെ, മരണമാകട്ടെ, രോഗമാകട്ടെ, കോവിഡ് ആകട്ടെ, ഏത് ബാധയാകട്ടെ, ഏത് ശക്തികൾ നിനക്കെതിരെ കടന്നു വന്നാൽ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഡോക്ടർമാര് പറഞ്ഞു കാണും, അധിക മണിക്കൂർ കാണത്തില്ല, അധിക ദിവസം കാണത്തില്ല, ഇതോടുകൂടെ തീരും. പക്ഷെ നിന്നോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നൂറ് പറയുക, നീ ഭയപ്പെടേണ്ട. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും, കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ചും മഹത്വപ്പെടുത്തും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. യഹോവയുടെ ദോഷവും തട്ടാലവണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. യഹോവയുടെ ദോഷവും തട്ടാലവണ്ണം പരിപാലിക്കും. വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ജീവിതങ്ങൾ ക്രിയ ചെയ്യട്ടെ. രോഗക്കിടക്ക ഇന്ന് രാത്രി മാറ്റി പിരിക്കട്ടെ. ആമേൻ. വെന്റിലേറ്റർ കിടക്കുന്നവർക്ക് ഇന്ന് രാത്രി സൗഖ്യമുണ്ടാകട്ടെ. കോവിഡിനാൽ ഭാരപ്പെടുന്നവര് ഇന്ന് രാത്രി യേശു സൗഖ്യമാകട്ടെ. കിഡ്നി
രോഗിയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവർക്ക് ഇന്ന് രാത്രി വിടുതലുണ്ടാകട്ടെ. ഹാർട്ട് സംബന്ധമായി ബുദ്ധിമുട്ടുന്നവരെ ഇന്ന് രാത്രി യേശു സൗഖ്യമാകട്ടെ. ബ്രെയിൻ ട്യൂമർ, ആമൻ, മറ്റ് രോഗപീഠകളിൽ വലയുന്ന സകലർക്കും യേശു ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. അവിടുന്ന് സൗഖ്യത്തിന്റെ ഉറവിടമാണ്. ആ കർത്താവ് ഇന്ന് രാത്രി തിരുവചനത്തിൽ കൂടെ പറയുക, ഭയപ്പെടേണ്ട. നാളുകളായി ആമേൻ ഈ പ്രൈസ് ദി ലോർഡ് ഭയത്തോടെ, ആമേൻ, വിറയലോടെ, ഉറക്കമില്ലാതെ ഭയപ്പെടുന്നവരുണ്ട്. ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയമാ. അങ്ങനെയുള്ളവരോട് ഇന്ന് രാത്രി പറയുക, ഈ രാത്രി ദൈവം നിനക്ക് സുഖകരമായ ഉറക്കം തരും. ഇന്ന് രാത്രി ദൈവം നിനക്ക് ഉറക്കം തരും. ആമേൻ. രാത്രി ഉറക്കമില്ലാതെ ഭയത്തിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ടവരെ ഇന്ന് രാത്രി യേശു വിടിവിക്കുന്ന രാത്രിയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് പതറുന്നവരുണ്ട്, ഭയപ്പെടുന്നവരുണ്ട്. പഠനം എങ്ങനെ ആകും, ഭാവി എങ്ങനെ ആകും? പതറണ്ട, ഭയപ്പെടേണ്ട. തിരുവചനം പഠിപ്പിക്കുന്നത് മക്കൾ യഹോവ തരുന്ന അവകാശമാ, ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. വീരന്റെ കയ്യിലെ അസ്ത്രം. അങ്ങനെയാ യൗവനത്തിലെ മക്കൾ, അവയെ കൊണ്ട് തന്നെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഭയപ്പെടേണ്ട. ശുശ്രൂഷകന്മാരോട് പറയാം, ഭയപ്പെടേണ്ട. കോവിഡിന്റെ പ്രതിസന്ധിയെ ദൈവം മാറ്റും, ദൈവം ഇത് മാറ്റും. ആമേ, പണ്ടത്തെ പോലെ ദൈവം നല്ല കാലം തരും. ശുശ്രൂഷകൾ നടക്കും. ആമേ, സഭാഗോളികൾ തുറക്കപ്പെടും. ആരാധന യഥാസ്ഥാനത്താക്കും. ആത്മാക്കൾ കടന്നു വരും. അനേകർ രക്ഷിക്കപ്പെടും, അനേകർ സ്നാനപ്പെടും, അനേകർ സഭയിൽ കൂട്ടമായി വരും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവകുഞ്ഞുങ്ങൾ വിശ്വാസത്തിന്റെ വാക്ക് പറയാം. നിരാശയുടെയും പരാജയത്തിന്റെയും വാക്ക് പറയരുത്. അങ്ങനെയുള്ളവരോട് മിണ്ടുകയും ചെയ്യരുത്. അത് പിണങ്ങിയിട്ടല്ല, അവരോട് അധികം മിണ്ടാതിരിക്കുന്നതാ നല്ലത്. അവരോട് അധികം കോള് ഇല്ലാതിരിക്കുന്ന നല്ലത്. ചിലരോട് സംസാരിച്ച് അവിശ്വാസത്തിന്റെ വാക്കല്ലേ പറയുള്ളൂ. വന്ന് ചോദിക്കുക, എന്തുവാ ഈ കയ്യിലൊരു പാട്, എന്നാന്നറിയാൻ മേലത് കഴിഞ്ഞ ദിവസം കണ്ടതാ. അയ്യോ, അത് തിണുത്തിരിക്കുന്നല്ലോ. അത് തിണുത്തിരിക്കുന്നു. ആരെയും കാണിച്ചോ? ഇല്ല, ആരെയും കാണിച്ചില്ല, തന്നെ കണ്ടോണ്ടിരിക്കുക. അയ്യോ, തന്നെ കണ്ടോണ്ടിരിക്കരുത്, ആരെയും കാണിക്കണം. ആസ്റ്റർ മെഡിസിറ്റിയിൽ ഒരാളുണ്ട്, ഇത് കാണുന്ന ആള്. എങ്ങനെയുണ്ട്? എന്നാ ഇന്നടുത്തൊരു ഉപദേശമുണ്ട്, പ്രാർത്ഥിക്കുമെന്നല്ല. ആശ്രമ മെഡിസിറ്റി ഒരാളുണ്ട്, അമൃതാനന്ദമയുടെ അവിടെ. നല്ലതാ, അങ്ങോട്ട് ചെന്നാ മതി. നീ ആശുപത്രിയുടെ പേരും ഡോക്ടറുടെ പേരും അല്ല പറയേണ്ടത്, യേശുവിന്റെ പേര് പറഞ്ഞു കൊടുക്കുക. അവിടുന്ന് സൗഖ്യത്തിന്റെ ഉറവിടമാണ്. പ്രൈസ് ദി ലോർഡ്. നല്ല വൈദ്യനാ. അവിടുന്ന് തൊട്ടാൽ പൂർണ്ണ വിടുതലാ. അവിടുത്തെ അടുക്കൽ ചെന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനാ യേശു. 10 കുഷ്ഠരോഗി വന്നു. നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് അറിയാം. അതിൽ 9 പേരും നന്ദി കെട്ടവരാ. ഒരുത്തനേ ഉള്ളു നന്ദി. പക്ഷേ നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്യുന്നവനാ യേശു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവിടുത്തെ തൃപ്പാദപീഠത്തിൽ വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല, പോകത്തുമില്ല. അവിടെ നിന്നും ജീവിക്കുന്ന ദൈവം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഭയപ്പെടേണ്ട. ഇന്ന് രാത്രിയുള്ള സന്ദേശമായി ഭയപ്പെടേണ്ട. ഭയത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് അറിയിപ്പാനുള്ള ദൂത്, ഭയപ്പെടേണ്ട. ഇവിടെ ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണല്ലോ ചിന്തക്കെടുത്തത്. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട. ദാവീദ് ഇത് ആരോടായി പറയുന്ന ഭയപ്പെടേണ്ടെന്ന്? ആരോടാ ചീഫ് പാസ്റ്റേ? മൈക്കിൽ കൂടെ പറ. മെഫീബോശത്തിനോടാണ് ദാവീദ് പറയുന്നത് ഭയപ്പെടേണ്ട എന്ന്. മെഫീബോശത്ത് ആരായി? മെഫീബോശത്ത് നമുക്കറിയാം, യോനാഥാന്റെ മകൻ, ശൗലിന്റെ കൊച്ചുമകൻ. അപ്പോൾ ശൗലിന്റെ മകനാകുന്ന യോനാഥാന്റെ മകനാണ് മെഫീബോശത്ത്. ആ മെഫീബോശത്തിനോട് ദാവീദ് പറയുകയാണ് ഭയപ്പെടേണ്ട. അതെന്താ ദാവീദ് മെഫീബോശത്തിനോട് ഭയപ്പെടേണ്ട എന്ന് പറയാനുള്ളതിന്റെ കാരണം? ആ 9-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം വായിക്കാം. ഇത് ഫെയ്ത്ത് സിറ്റിയിലെ വിശ്വാസികൾക്കെല്ലാം ഞാൻ പറയുന്ന വാക്യങ്ങളെല്ലാം തിട്ടമാണ്. ഇപ്പം ഞാൻ ഏത് റൂട്ടിൽ കൂടെ പ്രസംഗിച്ച് പോകുമെന്ന് പോലും നിങ്ങൾ കണ്ടേച്ചിരിക്കുക. ഇനി ചിലപ്പം താള് മറിച്ച് വാക്യം എടുത്തു വെച്ചോണ്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. അതൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. എന്നാലും ഇന്ന് രാത്രി നമുക്ക് ലളിതമായിട്ടൊന്ന് ചിന്തിക്കാം. കർത്താവിന് മഹത്വം. ഭയപ്പെടേണ്ട എന്ന് മെഫീബോശത്തിനോട് പറയാനുള്ളതിന്റെ കാരണങ്ങൾ 9-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നോ എന്നൊരു അന്വേഷണം. ദാവീദ് ഒരു ചോദ്യം ചോദിക്കുക, ശൗലിന്റെ കുടുംബത്തിൽ ആരേലും ഉണ്ടോ? അതെന്താ? ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ പോവുക. അതെന്താ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ കാരണം? അതിന്റെ കാരണം
വചനം പഠിക്കുന്നവർക്കറിയാം യോനാഥാനും ദാവീദും ഉറ്റ മിത്രങ്ങളായി. അവരുടെ സ്നേഹത്തെപ്പറ്റി കളത്രപ്രേമത്തിലും വിസ്മയമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യോനാഥാനും ദാവീദും ഉറ്റ മിത്രങ്ങളായി. ശിബു പാസ്റ്റർ അത് മിത്രങ്ങളാകാൻ കാരണം ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം ഒന്ന് വായിച്ചേ. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചേ. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. ദാവീദിന്റെ മനസ്സും യോനാഥാന്റെ മനസ്സും അങ്ങ് പറ്റിച്ചേർന്നു. കർത്താവിന് മഹത്വം. അതെന്നാ ഇവരെ പറ്റിച്ചേരാൻ കാരണം? നാടൻ ഭാഷയെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ഒരൊറ്റ ശുശ്രൂഷയാ കാരണം. നമ്മൾ ആത്മീയരായതുകൊണ്ട് ആത്മീയ ഭാഷ ഞാൻ ഉപയോഗിക്കുക. ഒരൊറ്റ ശുശ്രൂഷയാണ് യോനാഥാനും ദാവീദും പറ്റിച്ചേരാനിടയായത്. അതെന്താ ശുശ്രൂഷ? ശുശ്രൂഷ 17-ാം അധ്യായത്തിലാണ് നടക്കുന്നത്. ആ 17-ാം അധ്യായത്തിലെ ചരിത്രം നിങ്ങൾക്കെല്ലാം അറിയാം, സകല ക്രൈസ്തവർക്കും അറിയാം. വിശേഷിച്ച് ഞങ്ങൾ ഉപദേശിമാര് ഉപവാസ പ്രാർത്ഥനയിൽ നിന്ന് പിഴയ്ക്കുന്നത് 17-ാം അധ്യായം കൊണ്ടാണ്. ഏതാ? ദാവീദും ഗോലിയാത്തും. ഔത്തങ്ങളില്ലായിരുന്നെങ്കിൽ പരുവക്കേടായി പോയാൽ. ഇങ്ങനെ ഞങ്ങൾക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ഇതൊക്കെയാ പറഞ്ഞ് നിൽക്കുന്നത്. ദാവീദിനെ ഗോലിയാത്തിനെയും വിസ്തരിക്കും. പിന്നെ ഏലിയാവ്. ദൈവത്തിന് മഹത്വം. എന്തായാലും തിരുവചനമല്ലയോ, തിരുവചനം അണ്ണാക്കിന് മധുരമാണ്. ഇത് കേൾക്കുന്തോറും നമുക്ക് ചൈതന്യം ഉണ്ടാകുക. ഇത് വായിക്കുന്തോറും നമുക്ക് സന്തോഷവും ധ്യാനിക്കുന്തോറും ആനന്ദമുണ്ടാകും. ഞാൻ എൻ്റെ ഈ ചെറിയ ആത്മീക ജീവിതത്തിൽ നിന്ന് ഒരു പാഠം പഠിച്ചത്, നിങ്ങളെങ്ങനെ അത് മനസ്സിലാക്കുന്നെന്ന് അറിയത്തില്ല. എന്നേക്കാൾ അറിവും പരിജ്ഞാനവും കഴിവും പ്രാപ്തിയുള്ളവരായി എന്നെ കേൾക്കുന്നത് വിശേഷിച്ച് ഫെയ്ത്ത് സിറ്റി ചർച്ചിലുള്ളവരെല്ലാം വിദ്യാഭ്യാസത്തിൽ നല്ല നിപുണന്മാരാണെന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. എനിക്ക് വിദ്യാഭ്യാസവും ഒന്നുമില്ല. അതെൻ്റെ സംസാരവും ശൈലിയും എൻ്റെ രൂപവും പ്രകൃതിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. പിന്നെ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്നാലാവും ഇതും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നല്ല അറിവും പരിജ്ഞാനമുള്ള ദൈവ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞുങ്ങളോടൊക്കെ പറയും, നന്നായിട്ട് പഠിച്ചോണം, പഠിക്കാവുന്നിടത്തോളം പഠിച്ചോണം. അത് സെക്യുലർ പഠിത്തവും നന്നായിട്ട് പഠിച്ചോണം, അതിലുപരി വേറെ പുസ്തകവും നന്നായിട്ട് പഠിച്ചോണം. അപ്പോൾ ഈ അറിവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, നിരാശപ്പെട്ടു പോകരുത്. വേറെ പുസ്തകം നന്നായി വായിച്ച് ധ്യാനിച്ചോണം. തിരുവചനം അണ്ണാക്കിന് മധുരമാണ്. ആ തിരുവചനം വായിച്ച് ധ്യാനിച്ചാൽ, അത് പഠിച്ചാൽ, ഗ്രഹിച്ചാൽ നിന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിൻമുഖ കാന്തിയൽ മ്ലാനത നീക്കോ, നിൻമുഖ കാന്തിയൽ മ്ലാനത നീക്കോ, നിന്മധുരാമൃത വചനോ ഇന്നതയാകവേ പോകോ, നിന്മധുരാമൃത വചനോ ഇന്നതയാ മഹിമയേഴും പരമേശ, മഹിമം യേശുമേശ, മഹിമയേഴും പരമേശ, മഹിമം യേശുമേശ. അപ്പോൾ തിരുവചനം നമ്മുടെ അണ്ണാക്കിന് മധുരമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, യോനാഥാനും ദാവീദും തമ്മിൽ ഉറ്റ മിത്രങ്ങളാകാൻ കാരണം ഇവർ തമ്മിൽ ആത്മാവിൽ പൊരുത്തപ്പെടാൻ കാര്യം 17-ാം അധ്യായത്തിലെ ശുശ്രൂഷയാണ്. എന്തുവാ 17-ാം അധ്യായത്തിലെ ശുശ്രൂഷ? ആ ഭാഗം എനിക്ക് പ്രസംഗിക്കുന്നത് ഇഷ്ടമാണ്, ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം നല്ലവണ്ണം അറിയാമെങ്കിലും ഒന്നുകൂടി ഓർപ്പിക്കുക. 17-ാം അധ്യായത്തിലെ സംഭവം ഒരു ഫെലിസ്തീയ ശക്തി, ഒരു ഫെലിസ്തീയ മല്ലൻ ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന രംഗമാണ്. അവിടെ വായിക്കുന്നത് ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4 മുതൽ പഠിക്കുമ്പോൾ, ഫെലിസ്തീയ പാളയത്തിൽ നിന്ന് ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു മല്ലൻ പുറപ്പെട്ടു വന്നെന്ന ഇവര് ഇസ്രായേലിൽ ഒരു യുദ്ധം നടക്കുക. ഇസ്രായേലിൽ എൻ്റെ ഭാഷ പറഞ്ഞാൽ യുദ്ധമെന്ന് ഞാൻ പറയത്തില്ല, മിക്കപ്പോഴും ഞാൻ പറയാറുണ്ട് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 40 days ഫാസ്റ്റിംഗ് പ്രയർ. 40 ദിവസം ഈ ഫാസ്റ്റിംഗ് പ്രയർ. ഇപ്പോഴത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഇപ്പൊ പിന്നെ കോവിഡ് ആയതുകൊണ്ടൊക്കത്തില്ല. പണ്ടൊക്കെ ഫാസ്റ്റിംഗ് പ്രയറിന് ഈ വരുന്ന ആൾക്കാരുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കും, ആരൊക്കെയാ പ്രസംഗിക്കുന്നത്. 21 ദിവസമാണെങ്കിൽ 42 പേരെ വിളിക്കുന്ന സ്ഥലങ്ങളുണ്ട്.
അപ്പോൾ മിക്കതും എല്ലാം ഡോക്ടർമാരും റവറൻറ്റും സോയൊക്കെയാണ്. ചിലക്കാരനെ പുസ്തകക്രമം പോലും അറിയാൻ മേലാത്ത ആൾക്കാരുണ്ട്. നവും വരുമ്പോൾ തെറ്റുക. പിന്നെ അടുത്തിരുന്ന ആളിനോട് ചോദിക്കും പേജ് നമ്പർ പറയാം. സ്തോത്രം. മിക്കവരും ഉണ്ട്. ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല, മോശമല്ലയോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ലിസ്റ്റ് ഇടും. എല്ലാം ഡോക്ടർ, റവറൻറ്റ്, സോ എല്ലാം വരിക. അപ്പോൾ രണ്ട് ഗ്രൂപ്പുകാർ തമ്മിലുള്ള പ്രാർത്ഥനയാ ഈ 17-ാം അധ്യായത്തിൽ. രണ്ട് ഗ്രൂപ്പ്. മൂന്നാമത്തെ വാക്യം വായിച്ചേ. രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ തെളിയിക്കാം. ശമൂവേലിന്റെ 17-ാമത്തെ അധ്യായം, ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3. രണ്ട് ഗ്രൂപ്പ്. ഫെലിസ്ത്യർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും ഇപ്പുറത്തൊരു മലഞ്ചെരിവിലും ഇസ്രായേലിന് അപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും നിന്നു. ഇസ്രായേലിന് അപ്പുറത്ത് ഒരു മലഞ്ചെരിവ്. കണ്ടോ, രണ്ട് ഗ്രൂപ്പ്. ഇപ്പുറത്തും അപ്പുറത്തും. എല്ലായിടത്തും ഇപ്പം ഗ്രൂപ്പിസമാ അല്ലേ? ഗ്രൂപ്പിസമാ. സകല സ്ഥലത്തും ഗ്രൂപ്പിസമാ. എവിടെ ചെന്നാലും ഗ്രൂപ്പിസം. ആത്മീയ ലോകത്തും ഗ്രൂപ്പിസം, മറ്റേ ലൗകിക സൈഡിൽ ഗ്രൂപ്പിസം, വീട്ടിൽ ഗ്രൂപ്പിസം, സഭയ്ക്കകത്ത് ഗ്രൂപ്പിസം. അങ്ങനെ എല്ലായിടത്തും ഗ്രൂപ്പിസമാണ്. ഇപ്പൊ പിന്നെ ഞാൻ പറയുന്ന കാര്യം ചിലക്ക് ഇപ്പം ഗ്രൂപ്പ് എന്ന് പറയാനൊക്കത്തില്ല, പാനല് കളിയാ. ഇപ്പൊ പിന്നെ പാനൽ കളിക്കാനൊക്കത്തില്ല, എല്ലാം പെരക്കാത്തിരുന്നുള്ള കളിയാ. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഇനി അങ്ങോട്ടൊന്നും ആരും പോകണ്ട, പാനൽ കളിക്കണ്ട, എല്ലാവരും വീട്ടിൽ തന്നെ കുറേ നാളിരിക്കാൻ. ഇപ്പോൾ 1 വർഷം ജില്ലുവാനുമായി. കാശ് കൊടുത്ത് കസാര മേടിച്ച ആൾക്കാരുണ്ട്. ഓവർസിയറിന്റെ കസാര, സൂപ്രണ്ടിന്റെ കസാര, പ്രസിഡന്റിന്റെ. ഇപ്പം ഞാനിവിടെ അടുത്ത സ്ഥലത്തിരുന്ന സംസാരിക്കുന്ന സ്ഥലം ഇപ്പം ഞാൻ പറയുന്നില്ല. കസാര എല്ലാവരുടെ വെറുതെ കിടപ്പുണ്ട്. കസാര മേടിച്ച ആൾക്കാരില്ല, കസാരയെ പോലും ഇരിക്കാൻ പറ്റുന്നില്ല. എല്ലാം കാശെറിഞ്ഞ് മേടിച്ചതാണ്. തലയെണ്ണി കാശ് കൊടുത്ത ആൾക്കാരുണ്ട്. സ്തോത്രം. അനീതിയായിട്ടും നീതിക്ക് നിരക്കാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനും ചെയ്യരുത്, എന്നെ കേൾക്കുന്നവരും ചെയ്യരുത്. അപ്പൊ എല്ലായിടത്തും ഇപ്പം ഗ്രൂപ്പിസമാ, പാനല്. അപ്പൊ പാനല് കളിക്കാരെല്ലാം ഇപ്പൊ കുഴഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ വിഷയമല്ല, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ രണ്ട് ഗ്രൂപ്പ്. ഫെലിസ്ത്യർ ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലര് അപ്പുറത്ത് ഒരു മലഞ്ചെരുവ്. രണ്ട് ഗ്രൂപ്പ്. എവിടെ ചെന്നാലും ഗ്രൂപ്പിസമാണ്. ഇപ്പം ചില സഭകളിൽ ചെന്നേ പാസ്റ്ററും സെക്രട്ടറിയും കൂടെ ഒരു ഗ്രൂപ്പ്. ചിലടത്ത് ചെന്നാൽ ട്രഷാറും പാസ്റ്ററും കൂടെ ഒരു ഗ്രൂപ്പ്. ചിലടത്തെ കമ്മിറ്റിക്കാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്. ഇവരെ എല്ലാം ഒതുക്കാൻ വേറൊരു ഗ്രൂപ്പ്. എല്ലായിടത്തും ഗ്രൂപ്പിസമാണ്. ചില സഭകളിൽ ചെന്നാൽ കാശുകാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, കാശില്ലാത്തവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്. ചിലടത്ത് ചെന്നാൽ പണം കരുത്, നാളെയും യോഗമുണ്ട്, നാളെയും പ്രസംഗിപ്പിക്കണേ. ചിലടത്ത് ചെന്നാൽ വെളുത്തവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, കറുത്തതെല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ്. ചിലടത്ത് ഇരുനിറമെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ചിലടത്ത് വിളറിയതെല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ്. എല്ലായിടത്തും ഗ്രൂപ്പിസമാണ്. തമ്പുരാ പറഞ്ഞ് ഇനിയിപ്പോൾ ആരും വെളിയിൽ ഇറങ്ങണ്ട, ഗ്രൂപ്പ് എല്ലാം ഒന്ന് ഒതുങ്ങിയേറ്റ എല്ലാത്തിനെയും പതുക്കെ വെളിയിലായി. ഇപ്പം എല്ലാം പെരക്കാത്തിരിക്കുക. കണ്ടില്ലേ? എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ഈ ദൈവത്തിന് ഇതൊന്നും ഇഷ്ടമല്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഞാനും നിങ്ങളും ചെയ്തു, പ്രവർത്തിച്ചു. ഞാനും കുറ്റക്കാരനാ. ദാനിയേൽ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കണം. ആദ്യം എൻ്റെ പാപം, അത് കഴിഞ്ഞ് ജനത്തിൻ്റെ പാപം. അനുതാപിച്ച് നെടുമ്പാട് വീണ് സകല എണ്ണവും കരയണം. ഞാൻ എൻ്റെ ആലയത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് എസെക്കിയേൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഭാഷ പറഞ്ഞാൽ പുൾപ്പിറ്റിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് ആദ്യം തുടങ്ങണം. പ്രസംഗിക്കുന്ന എന്നിൽ നിന്ന് വേണം ശുദ്ധീകരണം തുടങ്ങാൻ. ഞാൻ ആദ്യം ക്രമപ്പെടണം, അത് കഴിഞ്ഞ് മറ്റുള്ളവരും. അങ്ങനെ ഒന്നിച്ച് അനുദപിച്ച് ഏറ്റു പറഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ വിടിവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എവിടെ ചെന്നാലും ഗ്രൂപ്പിസമാണ്. ചില വീട്ടിൽ ചെന്നേ ഗ്രൂപ്പ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചേ, അമ്മയും മോനും ഒരു ഗ്രൂപ്പ്, അപ്പനും മോളും വേറെ ഗ്രൂപ്പ്. ചില വീടുകളിൽ, എല്ലായിടത്തും അല്ല, ചില വീട്ടിൽ ആമ്പിള്ളേർ പ്രായമായി കഴിഞ്ഞാൽ അമ്മയും മോനും ഒരു കെട്ട. അമ്മ മോനോട് പറയും, നീ ബാങ്കിൽ പോയി പൈസ എടുത്തോണ്ട് വരാൻ. അവൻ പറയും, പപ്പ അവിടെ ഇരിക്കുന്നു, അത് അവിടെ അങ്ങനെ ഇരുന്നോളും, നിന്നോട് പറയാൻ കാര്യം നീ കേട്ടാൽ മതി, അതിന് രാവിലെ കാപ്പിയൊക്കെ കൊടുത്താൽ അവിടെ ഇരുന്നോളും, നീ ബാങ്കിൽ പോയി പൈസ എടുത്തോണ്ട് വാ. എന്നാലും അവൻ പറയും, പപ്പ മിണ്ടരുതെന്നല്ലേ പറഞ്ഞതൊക്കെ അവിടെ ഇരുന്നോളും. എല്ലായിടത്തും ഗ്രൂപ്പിസമാണ്. ചിലയിടത്ത് അപ്പനും മോളും ഒരു ഗ്രൂപ്പാണ്. അപ്പൊ എവിടെ ചെന്നാൽ ഗ്രൂപ്പിസമാണ്. കണ്ടില്ലേ? നമ്മൾ കണ്ടതല്ലേ? ഓർത്തഡോക്സും യാക്കോബും കൂടെ ഗ്രൂപ്പ് പെരുവഴി കിടന്ന സഭാപ്രശ്നം. പെന്തിക്കോസും പുറകോട്ടല്ല, ഒരു സഭയെ തന്നെയുള്ളവർ രണ്ട് ഗ്രൂപ്പാ. ഇതൊക്കെ ദൈവം കണ്ടോണ്ടിരിക്കുക. ഒരു ലോക്കൽ സഭയിലുള്ളവർ ഗ്രൂപ്പാ. ഒരു കൂട്ടര് അങ്ങോട്ട് തിരിഞ്ഞ് പാട്ട് പാടുമ്പോൾ മറ്റേ കൂട്ടര് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സഭയിൽ നടന്ന കാര്യമാണ്. ദൂതന്മാരെ ഇറക്കണമെന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പോലീസ് സഹിതം വന്ന ആരാധന നടത്തി കൊടുക്കുന്നത്. തല തല്ലി പൊട്ടിക്കുന്നു, കസേരയ്ക്ക് അടിക്കുന്നു. പണ്ട കസാരയെല്ലാം തപാകൾ കിടക്കുന്നു. അമ്പരാൻ പറഞ്ഞ് തുറക്കണ്ട, തുറന്നാലല്ലേ കസാര എടുത്തടിക്കുന്നേ.
പണ്ട് കർത്താവിൽ മൺമറഞ്ഞ സി കെ ദാനിയൽ അവർകള് ഒരു സഭാഗോളിന്റെ പ്രതിഷ്ഠയ്ക്ക് പറഞ്ഞെന്നാ പറഞ്ഞത്, ഇനി നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്കൊന്നും സഭാഗോള് പണിയുമ്പോൾ കട്ടളയും കഥകും വേണ്ട. അയ്യോ അതെന്നെ അപ്പച്ച, എടാ കട്ടളയും കഥകും വെച്ചാൽ അടി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഓടാനൊക്കത്തില്ലെന്ന്. അടി ഉണ്ടാക്കുമ്പോൾ ഓടണമെങ്കിൽ കട്ടളയും കഥ കൊണ്ട് ആരും കഥക് പൂട്ടിയാൻ എടുക്കുന്ന അകത്ത് കിടന്ന് തല്ല് മേടിക്കുകയല്ലേ ഉള്ളു. അതുകൊണ്ട് കട്ടളയും കഥകും വേണ്ടെന്ന് മിക്കവാറും അതാകുന്ന ലക്ഷണങ്ങളൊക്കെ കണ്ടുവന്നത്. അപ്പൊ തമ്പുരാൻ പറഞ്ഞ് എല്ലാത്തിനും ഒരു ബ്രേക്ക് ചെയ്യാൻ പോവുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ എല്ലാവരും അനുദപിച്ച് പ്രാർത്ഥിച്ചോണം, ദൈവത്തോടടുത്തോണം. അഹങ്കാരങ്ങൾ നിർത്തണം, നിഗളം നിർത്തണം, താൻ തോന്നിത്തരം നിർത്തണം, ഹുങ്ക് നിർത്തണം. തണ്ടുവച്ച പടകൊന്നും അവിടെ കിടക്കത്തില്ലെന്ന, പ്രതാപമുള്ള കപ്പലൊന്നും അവിടെ കിടക്കത്തില്ല. ഞാനും നിങ്ങളും ഒരുപോലെ അനുദപിക്കണം. പ്രൈസ് ദി ലോർഡ്.